ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കാർ 360. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ഓഫ് റോഡ് വാഹനമായ താറുമായിട്ടാണ്. 11.35 ലക്ഷം മുതൽ 17.60 ലക്ഷം വരെ എക്സ്ഷോറൂം വില വരുന്ന താറിന് 17 വേരിയൻറ്റുകളിലായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ചെറിയ ബഡ്ജറ്റിൽ ചെറിയ ഒരു ഓഫ് റോഡ് കാർ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ താർ എന്ന വാഹനം ഇറക്കിയിട്ടുള്ളത്. താറിൻ്റെ 5 ഡോർ വാഹനമായ താർ റോക്സ് ആഗസ്റ്റ് 15-ന് ലോഞ്ചാകുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാർ 360 എന്ന ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് കൂടിയുള്ള ബെല്ലൈക്കൺ കൂടി ഓണാക്കാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. എഞ്ചിനിലേക്ക് വരുമ്പോൾ 3 തരം എഞ്ചിനുകളാണ് താറിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് 1500 cc 4 സിലിണ്ടർ ആയിട്ടുള്ള ഡീസൽ എഞ്ചിനാണ്. അതിന് 117 bhp പവറും 300 Nm ടോർക്കുമാണുള്ളത്. ഇത് റിയൽ വീൽ ഡ്രൈവിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. രണ്ടാമത് 2000 cc 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. 150 bhp പവറും 320 Nm ടോർക്കുമാണ് ഉള്ളത്. ഇതും റിയർ വീൽ ഡ്രൈവിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മൂന്നാമത് 2154 cc 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ്. 130 bhp പവറും 300 Nm ടോർക്കുമാണ് ഇതിനുള്ളത്. ഇത് മാത്രമാണ് 4 വീൽ ഡ്രൈവിൽ അഥവാ ഓൾ വീൽ ഡ്രൈവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ പഴയ മോഡലിനെ അപേക്ഷിച്ച് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. റൗണ്ട് ഷേപ്പിലാണ് ഹാലോജൻ ഹെഡ്ലൈറ്റും ഹാലോജൻ ഫോഗ് ലൈറ്റും നൽകിയിട്ടുള്ളത്. ഫോഗ് ലൈറ്റിൻ്റെ മുകളിലായിട്ട് മഡ്ഗാർഡിലാണ് DRLും ഇൻഡിക്കേറ്ററും ക്രമീകരിച്ചിട്ടുള്ളത്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഗ്രില്ലാണ് ഇതിന് നൽകിയിട്ടുള്ളത്. അതിന് മുകളിലായി മഹീന്ദ്രയുടെ ബാഡ്ജിങ് കാണാം. ഫോഗ് ലൈറ്റിന് നടുവിലായിട്ട് മുന്നിലോട്ട് ഉന്തി നിൽക്കുന്ന ഭാഗം വളരെ ഉറപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് അതിൽ ഇരിക്കാമെന്നാണ് കമ്പനി പറയുന്നത്. സൈഡിലേക്ക് വരുമ്പോൾ വലിയ വീലാർച്ചും 18 ഇഞ്ചിൻ്റെ വലിയ അലോയ് വീൽസുമാണ് ആകർഷകമായിട്ടുള്ളത്. ബ്ലാക്ക് കളറിലാണ് ഡോർ ഹാൻഡിൽസ് നൽകിയിട്ടുള്ളത്. ബ്ലാക്ക് മിറേഴ്സും നൽകിയിട്ടുണ്ട്. പിന്നെ താറൊരു 3 ഡോർ വാഹനമായതുകൊണ്ട് തന്നെ പിൻസീറ്റിലേക്ക് എത്താൻ ഫ്രണ്ട് ഡോർ വഴിയാണ് കയറേണ്ടത്. അങ്ങനെ കയറുന്നതിൽ നിന്ന് ഒരു മാറ്റം വരുത്താനാണ് 5 ഡോർ വാഹനമായ താർ റോക്സ് എന്ന പുതിയ പതിപ്പ് മഹീന്ദ്ര കൊണ്ടുവന്നിട്ടുള്ളത്. താറിൻ്റെ റിയർ വീലിന് മുകളിലായി 4x4 എന്ന ബാഡ്ജിങ്ങും ഫ്രണ്ട് വീലിന് സൈഡിലായി താർ എന്ന ബാഡ്ജിങ്ങും നൽകിയിട്ടുണ്ട്. റിയറിലേക്ക് വരുമ്പോൾ എല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നത് ഇതിൻ്റെ സ്പെയർ വീൽ തന്നെയാണ്. അത് ബൂട്ട് ഡോറിലാണ് വെച്ചിട്ടുള്ളത്. ചതുരാകൃതിയിലാണ് ഇതിൻ്റെ ടെയിൽ ലൈറ്റ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ നടുവിൽ താറെന്ന ബാഡ്ജിങ് കാണാം. താഴെ ബമ്പറിലാണ് നമ്പർ പ്ലേറ്റ് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ താറൊരു SUV ഓഫ് റോഡർ വാഹനമായതുകൊണ്ട് തന്നെ റിയർ വൈപ്പർ ഇതിന് അവൈലബിൾ അല്ല. പകരം D4 മാത്രമേ ഇത് നൽകിയിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ബൂട്ട് ഡോർ ഓപ്പൺ ചെയ്യുന്നത് വ്യത്യസ്ത രീതിയിലാണ്. വിൻഡോ മുകളിലേക്കും ബാക്കി ടയർ വരുന്ന ഭാഗം സൈഡിലേക്കുമാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് താറിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങൾ. അപ്പോൾ ഇനി ഇൻറ്റീരിയറിലേക്ക് കടക്കാം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ വളരെ റഗ്ഗഡ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്. അതും ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഡാഷ്ബോർഡും മറ്റും വന്നിട്ടുള്ളത്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്റ്റിയറിങ്ങിൽ ക്രൂയിസ് കൺട്രോളും വോളിയം കൺട്രോൾസും എന്നിങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ നൽകിയിട്ടുണ്ട്. അതിന് പിന്നിലായി ആനലോഗും ഡിജിറ്റലുമായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററും കാണാം. ഡാഷ്ബോർഡിൻ്റെ നടുവിലായി 7 ഇഞ്ചിൻ്റെ വലിയ ടച്ച് സ്ക്രീനും താറിന് നൽകിയിട്ടുണ്ട്. പവർ വിൻഡോയുടെ സ്വിച്ച് സെൻട്രൽ കൺസോളിൽ ഗിയറിന് പിറകിലായിട്ടാണ് നൽകിയിരിക്കുന്നത്. താർ ഒരു ഓഫ് റോഡ് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും താറിന് നൽകിയിട്ടുണ്ടെന്ന് വേണം പറയാൻ. ഹാൻഡ് ബ്രേക്കിന് സൈഡിലായി 2 വലിയ കപ്പ് ഹോൾഡർ നൽകിയിട്ടുണ്ട്. പിന്നെ മാനുവലായിട്ടുള്ള ക്ലൈമറ്റ് കൺട്രോളും ഇതിന് അവൈലബിൾ ആണ്. ഡാഷ്ബോർഡിൽ പാസഞ്ചർ സീറ്റിന് മുന്നിലായി ചെറിയൊരു ഗ്ലോ ബോക്സും നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയർ തന്നെയാണ് താറിന് മഹീന്ദ്ര നൽകിയിട്ടുള്ളത് എന്ന് വേണം പറയാൻ. പിൻസീറ്റിലേക്ക് വരുമ്പോൾ അങ്ങനെ എടുത്തു പറയേണ്ട അത്ര ഫീച്ചേഴ്സൊന്നും ഇല്ലെങ്കിലും വളരെ ഒതുങ്ങിയ 2 പേർക്ക് സുഖമായി ഇരുന്ന് സഞ്ചരിക്കാൻ പറ്റുന്ന സീറ്റാണ് നൽകിയിട്ടുള്ളത്. അതിൽ 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് മാത്രമാണുള്ളത്. റിയർ AC വെൻ്റ്, ഹാൻഡ് റെസ്റ്റ് എന്നിങ്ങനെയുള്ള ഫീച്ചേഴ്സൊന്നും തന്നെയില്ല. പിന്നെ 50-50 സ്പ്ലിറ്റ് സീറ്റുമാണ് നൽകിയിട്ടുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ ചെറിയ ബഡ്ജറ്റിൽ ഒരു ഓഫ് റോഡ് വാഹനം നോക്കുന്നവർക്ക് പറ്റിയൊന്ന് തന്നെയാണ് താർ. വളരെ മികച്ച ഓഫ് റോഡും റോഡ് പ്രസൻസും നൽകുന്നുണ്ട്. താർ ഒരു ഓഫ് റോഡ് കാർ ആയതുകൊണ്ട് തന്നെ അത്രയ്ക്ക് കംഫർട്ട് ഉണ്ടാകില്ല. ഓഫ് റോഡും കംഫർട്ടും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ജിംനി നോക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പുതിയ താറിൻ്റെ ഏറ്റവും പുതിയ പതിപ്പായ 5 ഡോറുള്ള താർ റോക്സ് നോക്കണം. പക്ഷേ അത് ലോഞ്ച് ആവാത്തത് കൊണ്ട് തന്നെ അത്രയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ആകില്ല. എന്തുതന്നെയായാലും ജനമനസ്സുകളിലെ ഇടം നേടിയ ഒരു വാഹനം തന്നെയാണ് മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ താർ എന്ന വാഹനം. അപ്പോൾ താറിനെക്കുറിച്ച് എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ താറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്.